നമസ്കാരം. കോൺഗ്രസിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിരുന്നു അവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ നടത്തിയ ഒരു വലിയ പദ്ധതി എന്ന് അവർ അവകാശപ്പെടുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞ ഒരു സ്കീം, തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. ഇത് 100 ദിവസത്തെ തൊഴിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും ആളുകൾക്ക്, തൊഴിലാളികൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി നൽകുന്ന ഒരു സ്കീമാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ വേജ് ബില്ലും, അതായത് ഈ പദ്ധതി അനുസരിച്ച് തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും 100 ദിവസത്തെ മുഴുവൻ വേതനവും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇങ്ങനെ ഒരു പദ്ധതിയാണ് കോൺഗ്രസ് അന്നത്തെ UPA സർക്കാർ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ പദ്ധതിയെ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതിൻ്റെ തുകയടക്കം, അതിൻ്റെ കൂലിയടക്കം കൂട്ടിക്കൊണ്ട് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയത് പിന്നീട് വന്ന NDA സർക്കാരുകളാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് വിഹിതം അടക്കം വർദ്ധിപ്പിച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ്. ഇപ്പോഴിതാ ഈ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന് പകരം പുതിയ പദ്ധതി, സമാനമായ രീതിയിൽ പുതിയ പദ്ധതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന് ഈ നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസ്സാക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നടന്നു വരികയാണ്. ഡിസംബർ 1 പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 19 വരെ ഈ സമ്മേളനം തുടരും. ഈ സമ്മേളനത്തിൽ ഉടൻ തന്നെ ഇന്നോ നാളെയോ ഈ ബില്ല് കൊണ്ടുവരാനായി ഉദ്ദേശിക്കുകയാണ്. ഈ ബില്ലിൻ്റെ കോപ്പി ഇപ്പോൾ തന്നെ MP-മാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ എന്ന പേരിലാണ് പുതിയ നിയമം വരുന്നത്. ഈ പുതിയ നിയമം അനുസരിച്ച് പഴയ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനങ്ങളാണ് ഉറപ്പ് കൊടുത്തിരുന്നതെങ്കിൽ പുതിയ പദ്ധതി അനുസരിച്ച് ഈ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 125 മാറുകയാണ്. പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് ഈ വേജ് ബില്ല് നൽകിയിരുന്നത്. അതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഈ പദ്ധതി മാറുകയാണ്. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ചില ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കുമൊക്കെ 90:10 എന്ന നിലയിലാണ്. അതായത് ഓരോ 100 രൂപയും കേന്ദ്രം അനുവദിക്കുന്നതിൽ 90 രൂപ, 10 രൂപ സംസ്ഥാന സർക്കാർ നൽകണമെന്ന നിലയിലേക്കാണ് അത് പോകുന്നത്. അതായത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് 60-40 ആണ്. 60% കേന്ദ്രം, 40% സംസ്ഥാനം എന്ന നിലയിലായിരിക്കും. യൂണിയൻ ടെറിട്ടറീസ്, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ, നിയമസഭകൾ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% തുകയും വേജ് ബില്ലും കേന്ദ്ര സർക്കാർ നൽകും എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് രൂപീകരിച്ചിരിക്കുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക്, അതായത് വിളവെടുപ്പ് കാലം പോലെയുള്ള കാർഷിക ആവശ്യങ്ങൾക്ക് ധാരാളം തൊഴിലാളികളെ ആവശ്യമുള്ള പീക്ക് സമയങ്ങളിൽ ഈ 60 ദിവസത്തെ ഒരു ഇടവേള ഈ പദ്ധതിക്ക് നൽകാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ തുക, അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം ഇപ്പോൾ മാസാമാസമാണ് നൽകുന്നത്. അതും പലപ്പോഴും പല മാസങ്ങളിലും മുടങ്ങുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇത് ആഴ്ചയിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനമാണ് പുതിയ നിയമത്തിലുള്ളത്. പരമാവധി 2 ആഴ്ച, അതിനപ്പുറം ഈ പേയ്മെൻറ്റ് മുടങ്ങരുത് എന്നൊരു വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട്. അങ്ങനെ മുടങ്ങിയാൽ 16ാമത്തെ ദിവസം മുതൽ ഈ മുടങ്ങുന്ന തുകയ്ക്ക് പലിശ നൽകുന്ന, ചെറിയൊരു പെനൽറ്റി നൽകുന്ന വ്യവസ്ഥ പോലും ഈ നിയമത്തിലുണ്ട്. പൂർണ്ണമായും തൊഴിലാളികൾക്ക് ഗുണകരമായ രീതിയിലാണ് ഈ പുതിയ നിയമം. അതായത് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 വർദ്ധിക്കുന്നു. തുക അത് ഓരോ ആഴ്ചയും ലഭ്യമാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ പണം നൽകാൻ താമസിച്ചാൽ തീർച്ചയായും അതിന് ഫൈൻ അടക്കമുള്ള വ്യവസ്ഥകളുണ്ട്. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ഈ പദ്ധതി മാറ്റുന്നതിനെതിരെ ചില വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പറയുന്ന തുക ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്രം 60, സംസ്ഥാനം 40 എന്ന നിലയിലേക്ക് പോകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വീണ്ടും ഈ പദ്ധതിയുടെ 40% നൽകേണ്ടി വരും. അത് തീർച്ചയായും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള കാരണമുണ്ട്. പ്രത്യേകിച്ചും ഭൂരിഭാഗം സംസ്ഥാനങ്ങളും NDA ആണ് ഭരിക്കുന്നത്. പക്ഷേ NDAക്ക് അപ്പുറം, അല്ലെങ്കിൽ NDA സർക്കാർ, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുക. എന്തായാലും കോൺഗ്രസ് അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന രീതിയിൽ കൊണ്ടുവന്ന ഈ പദ്ധതിയെ മാറ്റുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. പാർലമെന്റിൽ അടുത്ത ദിവസങ്ങൾ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ നിയമനിർമ്മാണത്തെ പ്രതിപക്ഷം എങ്ങനെ കാണുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.